നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പോലും അറിയാതെ മറ്റൊരാൾ നമ്മളെ നിശബ്ദമായി ചതിച്ചു കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളെ നിശബ്ദമായി കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ? എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്റ്റക്കും കൺഫ്യൂസ്ഡുമായിരുന്നു ഇതറിയും വരെ. യെസ്, ഇതുകൊണ്ടാണ് നമ്മൾ വിചാരിച്ചിട്ടും നമ്മൾ എവിടെയും എത്താതെ പോകുന്നത്. വരൂ, ആ രഹസ്യ കെണിയുടെ ചുരുളഴിക്കാം. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, എല്ലാവരും എന്നെ ജഡ്ജ് ചെയ്യുന്നു, ഞാൻ മാത്രം അൺലക്കിയാണ്. എന്നാൽ ഒരു ഷോക്കിംഗ് ട്രൂത്ത് പറയട്ടെ, പല സമയങ്ങളിലും മറ്റുള്ളവരല്ല നിങ്ങളെ ചതിക്കുന്നത്, നിങ്ങളുടെ സ്വന്തം മനസ്സാണ് നിങ്ങളെ ചതിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ബ്രെയിൻ എത്ര സമർത്ഥമായിട്ടാണ് നമ്മളെ കബളിപ്പിക്കുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മളെ ഇത് സൈലൻ്റ്ലി മാനിപ്പുലേറ്റ് ചെയ്യുന്നത് എന്നതാണ്. ബ്രെയിനിൻ്റെ ആദ്യത്തെ ചതിയാണ് നെഗറ്റീവ് തിങ്കിങ് ട്രാപ്പ് എന്നുള്ളത്. ഒരു ചെറിയ ഫെയിലിയർ വന്നാൽ പോലും ചിലർ എന്താണ് ചിന്തിക്കുന്നത്? എൻ്റെ ലൈഫ് ഇവിടെ കഴിഞ്ഞു, ഒരു ഫ്രണ്ട് റിപ്ലൈ കൊടുക്കാഞ്ഞാൽ വരെ അവൻ എന്നെ ഹേറ്റ് ചെയ്യുന്നു. ആക്ച്വലി ഇത് റിയാലിറ്റി അല്ല. ഇത് സൈക്കോളജിയിൽ പറയുന്ന ഒരു കോൺസെപ്റ്റാണ് നെഗറ്റീവ് ബിയാസ്. ഈ നെഗറ്റിവിറ്റി ബയാസ് ആദിമ മനുഷ്യർക്ക് അപകടങ്ങളെ തിരിച്ചറിയാനും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ അതിജീവിക്കാനും സഹായിച്ചിരുന്ന ഒരു പരിണാമ പ്രക്രിയയാണ്. ബിക്കോസ് പഴയ കാലത്ത് മനുഷ്യർ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡേഞ്ചർ നോട്ടീസ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നും നമ്മുടെ ബ്രെയിൻ പോസിറ്റീവ്സിനെ മറക്കും, നെഗറ്റീവ് മാത്രം റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും. സോ നമ്മുടെ ബ്രെയിൻ നാച്ചുറലി നെഗറ്റീവ് കാര്യങ്ങൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് 100 കോംപ്ലിമെൻറ്റ്സ് കിട്ടിയാലും ഒരു ഇൻസൾട്ട് മാത്രം മനസ്സിൽ എപ്പോഴും തങ്ങിക്കിടക്കുന്നത്. ഇനി രണ്ടാമത്തെ അപകടകാരിയായ ചതി എന്താണെന്ന് വെച്ചാൽ ഓവർ തിങ്കിങ് ആണ്. എന്തുകൊണ്ടാണ് ഓവർ തിങ്കിങ് ഡേഞ്ചറസ് ആകുന്നതെന്ന് അറിയാമോ? ഓവർ തിങ്കിങ് സ്ലോലി ഡിസ്ട്രോയ് റിയാലിറ്റി. യാഥാർത്ഥ്യങ്ങളെ പതുക്കെ പതുക്കെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഓവർ തിങ്കിങ് ചെയ്യുന്നത്. നിങ്ങളുടെ മൈൻഡിൽ സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവൻ ഇങ്ങനെ പറഞ്ഞത് അതുകൊണ്ടായിരിക്കാം, അവരെന്നെ ഇഗ്നോർ ചെയ്യുന്നത് ഇതുകൊണ്ടായിരിക്കാം, ഞാൻ ഫെയിലാകും. പക്ഷെ ഇതൊന്നും ട്രൂത്ത് അല്ല. പക്ഷെ ബ്രെയിൻ റിപ്പീറ്റായിട്ട് ഓവർ തിങ്കിങ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു ഓവർ തിങ്കിങ്ങിനെ ട്രൂത്താക്കിയിട്ട് ആക്സെപ്റ്റ് ചെയ്യും. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് പലർക്കും ആങ്സൈറ്റി, ഡിപ്രഷൻ പോലെയുള്ള മാനസിക അസുഖങ്ങൾ വന്നു ചേരുന്നത്. ഇനി അടുത്ത ഒരു ബിഗ്ഗസ്റ്റ് സൈക്കോളജിക്കൽ ട്രാപ്പാണ് സോഷ്യൽ മീഡിയ കമ്പാരിസൺ എന്നുള്ളത്. നമ്മൾ മറ്റുള്ളവരുടെ സക്സസ്, ബ്യൂട്ടി, മണി, ഹാപ്പിനെസ് അല്ലെങ്കിൽ ഹാപ്പി മൊമെൻറ്റ്സ് ഇവ മാത്രം കാണുന്നു. പക്ഷെ അവരുടെ പെയിൻ, ഡിപ്രഷൻ, സ്ട്രഗിൾസ് ഇതൊന്നും നമ്മൾ കാണുന്നില്ല. അതിനാൽ ബ്രെയിൻ കമ്പയർ ചെയ്യാൻ തുടങ്ങും. ഇത് നമ്മളുടെ വിഷമഘട്ടങ്ങളെ മറ്റുള്ളവരുടെ ഹാപ്പി മൊമെൻറ്റ്സുമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സക്സസ്സുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അടുത്ത ബ്രെയിനിൻ്റെ കെണിയാണ് പീപ്പിൾ പ്ലീസിങ് സീക്രട്ട് എന്നത്. എന്തുകൊണ്ടാണ് ചിലർ എല്ലാവരെയും ഹാപ്പി ആക്കാൻ ശ്രമിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? സൈക്കോളജി പറയുന്നു അവർക്ക് റിജക്ഷൻ പേടിയാണ്. അവർ കരുതുന്നു എല്ലാവർക്കും യെസ് പറഞ്ഞാൽ മാത്രമേ അവർ എന്നെ ആക്സെപ്റ്റ് ചെയ്യൂ എന്ന്. പക്ഷേ റിയാലിറ്റി എന്താണെന്ന് അറിയാമോ? ടു മച്ച് കൈൻഡ്നെസ് വിതൗട്ട് ബൗണ്ടറീസ് ക്രിയേറ്റ് ഡിസ്റെസ്പെക്റ്റ്. നിങ്ങൾ എല്ലാവരെയും പ്ലീസ് ചെയ്യാൻ ശ്രമിച്ചാൽ സ്ലോലി അവർ നിങ്ങളെ തന്നെ ലോസ് ചെയ്യും, നിങ്ങളെ തന്നെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഇനി അടുത്ത ചോദ്യം ഇതാണ്, ഹൗ ടു കൺട്രോൾ യുവർ മൈൻഡ്. നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം? സിമ്പിളായിട്ടുള്ള ചില ഹാബിറ്റുകളിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒന്നാമത്തത്, എല്ലാ ചിന്തകളും വിശ്വസിക്കരുത് എന്നുള്ളതാണ്. തോട്ട്സ് ആർ നോട്ട് ഫാക്ട്സ്. പിന്നെ നിങ്ങളുടെ മൈൻഡ് നിങ്ങളോട് എപ്പോഴും നെഗറ്റീവ് സെൽഫ് ടോക്ക് നടത്തിക്കൊണ്ടിരിക്കും. അത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നെഗറ്റീവ് സെൽഫ് ടോക്ക് വരുമ്പോഴൊക്കെ നിങ്ങൾ അതിന് പകരം പോസിറ്റീവായിട്ടുള്ള സെൽഫ് ടോക്കുകൾ, അഫർമേഷൻസ്, സജഷൻസ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളോട് സംസാരിക്കുന്ന ലാംഗ്വേജ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് എപ്പോഴും പോസിറ്റീവായിരിക്കുക. സോഷ്യൽ മീഡിയയിൽ നിന്ന് ബ്രേക്ക് എടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ചിന്തകൾ ഒരു ജേർണലിംഗ് ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ദെൻ പവർഫുൾ ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് സൈലൻസ് എപ്പോഴും നിങ്ങളെ റിലാക്സ് ആക്കും. സൈലൻറ്റ് മൊമെൻറ്റ്സ് ബ്രെയിനിനെ ഹീൽ ചെയ്യാൻ വേണ്ടി സഹായിക്കും. ഓർക്കുക, നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു പുറമേയുള്ള ആളുകളല്ല, നിങ്ങളുടെ അൺകൺട്രോൾഡ് മൈൻഡാണ്. നിങ്ങൾ മൈൻഡിനെ കൺട്രോൾ ചെയ്താൽ ലൈഫ് പതുക്കെ ചേഞ്ച് ആകും. ബിക്കോസ് എ പീസ്ഫുൾ മൈൻഡ് ക്രിയേറ്റ് എ പവർഫുൾ ലൈഫ്. ശുഭാംസ്തു.